കാസർഗോഡ് ജില്ലയിൽ ലഹരി കേസുകളിലെ പ്രതികൾ കരുതൽ തടങ്കലിലേക്ക് SKN40 ലഹരിവിരുദ്ധ പ്രചാരണത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പരാമർശിച്ചവർക്കെതിരെയാണ് അന്വേഷണ വിധേയമായി NDPS ആക്ട് പ്രകാരം കരുതൽ തടങ്കലിലാക്കിയത്. SKN40യുടെ രണ്ടാം ഘട്ടമായ ജ്യോതിർഗമയുടെ ഈ ആഴ്ചത്തെ ബോധവൽക്കരണ പരിപാടികൾ വൈവിധ്യം കൊണ്ടും ജനകീയ പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. നമ്മളൊരു പുതിയ സംഭവത്തിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി നമ്മൾക്ക് വിപുലമായിട്ടുള്ള പരിപാടികൾ നമ്മൾ ആവിഷ്കരിച്ചു. അടുത്ത ആഴ്ച മുതൽ നമുക്കതെല്ലാം കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും SKN40യുടെ ഭാഗമായി നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാസർഗോഡ് ജില്ലയിലെ ലഹരി മാഫിയക്കെതിരായ നടപടി കടുപ്പിച്ച് കാസർഗോഡ് പോലീസ്. കാസർഗോഡ് ജില്ലയിൽ NDPS ആക്ട് പ്രകാരം ലഹരി കടത്തുന്നവരെ കരുതൽ തടങ്കലിൽ വയ്ക്കാൻ പോലീസ് തീരുമാനമെടുത്തു. തുടർച്ചയായി ലഹരി കടത്തുന്ന 9 പേർ ഇതുവരെ അറസ്റ്റിലായി. മയക്കുമരുന്നിനെതിരെ പോരാട്ടം നയിക്കുന്നവരും ലഹരിയിൽ നിന്ന് മുക്തി നേടിയവരും ലഹരി വിമോചന ക്ലാസുകൾ നയിക്കുന്നവരുമെല്ലാം പരിപാടിയുടെ ഭാഗമായി. തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പ്രവർത്തകർ നേരിൽ കണ്ട അനുഭവങ്ങൾ ജ്യോതിർഗമയുമായി പങ്കുവച്ചു. ദുബായ് തെരുവിൽ അലഞ്ഞു നടന്നിരുന്ന ഒരു 41 വയസ്സുകാരനെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് ചികിത്സിച്ച് അതൊരു വീഡിയോയിലൂടെ തെരുവിലിങ്ങനെ കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് ആളെ ബന്ധുക്കളെ കണ്ടെത്തി നാട്ടിൽ കൊണ്ടുവന്ന് ചികിത്സിച്ച് സുഖപ്പെടുത്തി രക്ഷകർത്താക്കളോടുകൂടി ഒപ്പം കുടുംബത്തോടൊപ്പം വിട്ടിട്ടുണ്ട്. അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. സ്കൂളുകളിലും കോളേജുകളിലും വിപുലമായ ബോധവത്കരണ പരിപാടികളാണ് SKN40 രണ്ടാം ഘട്ടമായി ജ്യോതിർഗമയുടെ ഭാഗമായി 24 സംഘടിപ്പിക്കുന്നത്. വിവിധ ജില്ലകളിൽ ജ്യോതിർഗമയുടെ ഭാഗമായി 24 മയക്കുമരുന്ന് മഹാവിപത്ത് പരിപാടി സംഘടിപ്പിച്ചു. കേരള പോലീസ് പറയുന്നു 150 ഗ്രാമല്ല 50 ഗ്രാമായാലും ഞങ്ങൾ പിന്നാലെ വരും. ഡൽഹിയിലല്ല അവന്റെ മാടത്തിൽ പോയി ഞങ്ങൾ പിടിക്കും. ലഹരിവിരുദ്ധ പ്രമേയം അടിസ്ഥാനമാക്കിയുള്ള കലാപരിപാടികളും ജ്യോതിർഗമയുടെ ഭാഗമായി. പുകച്ചു തള്ളുമ്പോഴും കുടിച്ചിറക്കുമ്പോഴും തളരുന്നത് ആരോഗ്യവും എരിയുന്നത് ആയുസ്സുമാണ്. നഷ്ടപ്പെടുത്തുന്നതിലല്ല, നേട്ടങ്ങൾ കൊയ്യുന്നതിലാകണം ലഹരി. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.